നമ്മുടെ ലാസ്റ്റ് ക്ലാസ് നിർത്തിയത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, Rishmi. So the first question, yeah. The first question is in limit state method, the partial safety factor for steel and concrete respectively. What is the answer for that? 1.51, 1.15 sir. Option A. ശ്രദ്ധിക്കൂ, question നോക്കൂ. Partial safety factor for steel and concrete. Option C. 1.7 sir. No. This is for working stress method. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. It is 1.15 and 1.5, right? Okay, sir. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് വാല്യൂസ് അറിയാം. കോൺക്രീറ്റിന്റെ 1.5 ആണ്, സ്റ്റീലിന്റെ 1.15 ആണ് അറിയാം. പക്ഷെ അതിന്റെ ഓർഡർ നോക്കൂ. ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് വാല്യൂ ഷുഡ് ബി സ്റ്റീൽ ആൻഡ് സെക്കൻഡ് വാല്യൂ ഷുഡ് ബി കോൺക്രീറ്റ്. അപ്പൊ ഇവിടെ തന്നെ ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ് 1.5 1.15 ഉണ്ട്, പക്ഷെ ഓർഡർ മാറിയിട്ടാണ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ്. അതുകൊണ്ടാണ് റെസ്പെക്റ്റീവ്ലി എന്നുള്ള ടേം അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. റെസ്പെക്റ്റീവ് എന്നുള്ള ടേം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? രണ്ട് ഓപ്ഷൻ ഉണ്ടാവില്ല. 1.5 1.15 രണ്ട് ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ Okay, sir. Yeah. Next question. The strain curve of concrete as per IS 456. So stress strain curve of concrete നമുക്കറിയാം. കോൺക്രീറ്റിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇങ്ങനെയായിരുന്നു, റൈറ്റ്? ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 3 curves, right? Yes, sir. Yeah. This is FCK and this is 0.67 FCK and this is 0.45 FCK. So the question is, yes, this is 0.002 strain value. Perfect straight line up to failure, straight line up to 0.002 strain and then parabolic up to failure, parabolic up to 0.002 strain and then straight line up to failure, none of these. Idana. This is stress and this is strain. Option D ആണ് sir. None of these. ഞാൻ ഇവിടെ വരച്ചത് കാണുന്നില്ലേ? വരച്ചത് കണ്ടിട്ടും പറയാൻ പറ്റുന്നില്ല. This is the stress strain curve of concrete. Perfect straight line. Parabolic straight line up to failure. This is parabolic, right? Initial stage is parabolic and then straight. Okay. Up to failure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0035. ഇതാണ്, that is the ultimate strain value. കോൺക്രീറ്റിന്റെ അൾട്ടിമേറ്റ് സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.0035 ആണ്. ആ ഒരു സ്ട്രെയിൻ എത്തുന്ന സമയത്ത് കോൺക്രീറ്റ് ഫെയിൽ ആവും. ഓക്കെ. സോ അപ് ടു 0.002 സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത് പരാബോളിക് ആണ്, അവിടുന്ന് അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫൈൻ. Okay, sir. The design characteristic compressive strength of concrete. Design characteristic strength. നോക്കൂ, ഇതാണ് നമ്മുടെ, this is FCK. This is characteristic strength and this is 0.67 FCK. FCK എന്ന് പറയുന്നത് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിനെ ഡിവൈഡ് ചെയ്തത്. This is design characteristic strength. കാരണം നമ്മുടെ ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇക്വേഷൻസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക 0.45 FCK ടേംസിലായിരിക്കും, റൈറ്റ്? 0.45 FCK. This is design characteristic strength. അപ്പൊ ഇനി കമ്പയർ ചെയ്ത് പറയും. ക്വസ്റ്റ്യൻ എന്താണ്? The design characteristic compressive strength of concrete is higher than average cube strength, same as average cube strength, lower than average cube strength, none of these. This is FCK. First നമ്മുടെ curve FCK, then 0.67 FCK, and this is 0.45 FCK. This is 0.45 FCK is the design characteristic strength, which is always less than average cube strength, right?
This is 1 FCK, right? This is 1, and this is 0.67, and this is 0.45. This is less, right? Okay, sir. Okay, so which is always less than the Average fuse strength. Okay, so option C is the correct answer. Then, the centroid of compressive force from the extreme compression fiber in limit state method lies at a distance of compressive force act ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? അത് നമ്മൾ IS 456 ഡിഫറെന്റ് അസംഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ അസംഷൻസിൽ വരുന്ന ഒരു സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ എന്താ പറയാ, ദിസ് ഈസ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ XU ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ദിസ് ഈസ് XU, ആൻഡ് ആസ് വി നോ ഇനീഷ്യലി പരാബോളിക് ആണ്, ദെൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ദിസ് ഈസ് ദ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ. സോ ഹിയർ നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ദിസ് ഈസ് കംപ്രസീവ് ഫോഴ്സ് C. അതായത് ഈ ഒരു ഡിസ്റ്റൻസ്, കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ദിസ് ഈസ് XU. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് XU. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് പറയൂ. D ആണോ സർ? 0.4466 ആണോ? അല്ല. It is as per code, it is 0.42 XU. Code നന്നായിട്ട് നോക്കണം കേട്ടോ. Okay, sir. Yeah. And this value of compressive force എന്ന് പറയുന്നത് it is 0.36 FCK XU ആണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. Okay. This is 0.42 XU. So option C again, 0.42. ഇത് നമ്മള് എന്താ പറയാ IS 456 ഫിഗർ 22 സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അസംഷൻസ് ഉണ്ടല്ലോ, ക്ലോസ് 38 IS 456. 0.367 വാല്യൂ വരണമെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരുന്നത്? അത് ഏരിയ ഓഫ് ദി സ്ട്രെസ് ബ്ലോക്ക് ആണ്. ഓക്കെ, ഏരിയ ഓഫ് ദി സ്ട്രെസ് ബ്ലോക്ക് ആണ് ഇത്. അപ്പൊ ഏരിയ ഇൻറ്റു നമുക്ക് മിക്കവാറും എന്താ പറയാ മൊമെന്റ് അല്ലെങ്കിൽ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അപ്പോ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഏരിയ ഇൻറ്റു സ്ട്രെസ് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഈ ഏരിയ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയയാണ് ഈ 0.46 FCK ഇൻറ്റു XU എന്ന് പറയുന്നത്. ഓക്കെ, സർ. Then that question again. In limit state method for the design concrete in flexure, the area of stress block is taken as, what is that? Area of stress block is? Area ആണെങ്കിൽ 0.36 XU. 0.36 XU into FCK. This is area of the stress block. മാറി പോവരുത്. Compressive force act in the distance വെച്ച് കഴിഞ്ഞാൽ it is 0.42. Depth of center of compressive force എന്ന് പറയുന്നത് it is 0.42 XU ആണ്. Area എന്ന് പറയുന്നത് 0.36 XU into FCK ആണ്. Where XU is the centroid. Okay, neutral axis depth നെയാണ് നമ്മൾ XU ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ. Then what is under reinforced section? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ, ബാലൻസ്ഡ് സെക്ഷൻ, ഓവർ റീൻഫോഴ്സ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, റൈറ്റ്? എന്താണ് അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അണ്ടർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കൂടുതലായിട്ട് വരുന്നതിനായിരിക്കും അണ്ടർ റീൻഫോഴ്സ്ഡ് എന്ന് പറയുന്നത്. അവിടെ ആദ്യം ഫെയിൽ ആവുന്നത് ഏതാണ്? അണ്ടർ റീഇൻഫോഴ്സ്മെന്റ് ഫെയിൽ ആവും. റീഇൻഫോഴ്സ്മെന്റ് ആണ് ഫെയിൽ ആവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഇനി ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് നോക്കി നോക്കൂ. മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ റീച്ചസ് ഇറ്റ്സ് പെർമിസിബിൾ വാല്യൂ വൈൽ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് പെർമിസിബിൾ വാല്യൂ. ഒന്ന് സ്ട്രെസ്സിന്റെ ടൈമിലാണ് പറയുന്നത്. അതായത് മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ആദ്യം എത്തും എന്ന് വെച്ചാൽ ഫെയിലിയർ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ് ആണ് ആദ്യം സംഭവിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് റീച്ചസ് ദ അൾട്ടിമേറ്റ് ക്രഷിംഗ് വാല്യൂ വൈൽ ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഈസ് ലെസ് ദാൻ ദാറ്റ് യീൽഡ് വാല്യൂ.
കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് കാരനാണ് അവിടെ ഫെയിലിയർ ഉണ്ടാവുന്നതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ടെൻസൈൽ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ റീച്ചസ് ഇറ്റ്സ് yield വാല്യൂ വൈൽ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് വാല്യൂ. അതായത് ടെൻസൈൽ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ കൊണ്ടാണ് അവിടെ ഫെയിലിയർ ഉണ്ടാവുന്നത്. Then maximum compressive stress in concrete reaches its permissible value. Tensile stress in steel is less than permissible value. അപ്പോൾ എയും ഓപ്ഷൻ ഡിയും പറയുന്നത് സ്ട്രെസ്സിന്റെ കണ്ടീഷൻസ് ആണ്. ബിയും സിയും പറയുന്നത് സ്ട്രെയിന്റെ കണ്ടീഷൻസ് ആണ്. ഇതിൽ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് സ്ട്രെസ് കാരണമാണോ സ്ട്രെയിൻ കാരണമാണോ നമ്മുടെ ഫെയിലിയർ ഉണ്ടാവുന്നതാണ്. എങ്ങനെയാണ് ഫെയിലിയർ ഉണ്ടാവുന്നത്? സ്ട്രെസ് കൊണ്ടാണോ സ്ട്രെയിൻ കൊണ്ടാണോ? It's a deformation, അല്ലേ? Deformation അല്ലേ? That is strain, right? സ്ട്രെയിൻ കാരണമാണ് നമുക്ക് ഫെയിലിയർ ഉണ്ടാവുന്നത്. അപ്പൊ ഇനി അണ്ടർ ഇൻഫോഴ്സ് സെക്ഷനിൽ ഏത് സ്ട്രെയിൻ ആയിരിക്കും ആദ്യം റീച്ച് ചെയ്യുന്നത് അൾട്ടിമേറ്റ് വാല്യൂയിലേക്ക്? കോൺക്രീറ്റിന്റെ ആണോ സ്റ്റീലിന്റെ ആണോ ആദ്യം? അണ്ടർ ഇൻഫോഴ്സ് സെക്ഷൻ ആണ്. അണ്ടർ റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ കുറവായിരിക്കും. അവിടെ റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കും ആദ്യം ഫെയിൽ ആവുന്നത്. RCC ഫെയിൽ ആവും ആദ്യം. എങ്ങനെ? അണ്ടർ റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ RCC ആയിരിക്കും ആദ്യം ഫെയിൽ ആവുന്നത്. RCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് എന്നാണ് അർത്ഥം. RCC മീൻസ് റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ, അതായത് RCC. ഞാൻ ജസ്റ്റ് നമുക്ക് രണ്ട് മെറ്റീരിയലേ ഉള്ളൂ. RCC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. ഓക്കെ, ഇതിനകത്ത് ഏത് ഫെയിൽ ആവും? സ്റ്റീൽ ആദ്യം ഫെയിൽ ആവും. സ്റ്റീല്. ഇനി പറയൂ, ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് സ്റ്റീൽ റീച്ചസ് ഇറ്റ്സ് പെർമിസിബിൾ വാല്യൂ വൈൽ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ലെസ് ദാൻ ഇറ്റ്സ് പെർമിസിബിൾ വാല്യൂ. എയും ഡിയും സ്ട്രെസ് ആണ് നമ്മൾ പറഞ്ഞു. സോ ദീസ് ആർ ഓപ്ഷൻ അല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ സ്റ്റീൽ റീച്ചസ് ഇറ്റ്സ് yield വാല്യൂ വൈൽ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ലെസ് ദാൻ ഇറ്റ് അൾട്ടിമേറ്റ് ക്രഷിംഗ് വാല്യൂ. ബി ഓർ സി? ഇതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഇതിനൊക്കെ ആൻസർ വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരും സാറേ. എന്താ കൺഫ്യൂഷൻ ഇതില്? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ആൻസർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞ എന്താണ്? സ്ട്രെയിൻ ഇൻ സ്റ്റീൽ കാരണമാണ് ഫെയിലിയർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ടെൻസൈൽ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ റീച്ചസ് yield വാല്യൂ ഇങ്ങനെ പറയും. ഓപ്ഷൻ സി അല്ലേ? നമ്മുടെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു ബീമിന്റെ ക്രോസ് സെക്ഷനിൽ നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലെ? ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ദിസ് ഈസ് ടെൻഷൻ ആൻഡ് ദിസ് ഈസ് കംപ്രഷൻ അല്ലേ? അപ്പൊ എന്തായാലും ടെൻസൈൽ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ റീച്ചസ് ഇറ്റ്സ് yield വാല്യൂ ഫസ്റ്റ് while maximum compressive strain in concrete is less than that its ultimate crushing value. അതല്ലേ പറയുന്നത്? അതായത് ടെൻസൈൽ സ്ട്രെയിൻ, ടെൻഷൻ സൈഡിലുള്ള സ്റ്റീൽ, അതുകൊണ്ടുള്ള സ്ട്രെയിൻ ആദ്യം എത്തുന്നു. ഓക്കെ, while maximum compressive strain in concrete is less than that its ultimate crushing value. So here, okay, so ഇവിടെ പറയുന്നതാണ് മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് റീച്ചസ് ദ അൾട്ടിമേറ്റ് ക്രഷിംഗ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് കോൺക്രീറ്റ് ആണ് ആദ്യം ഫെയിൽ ആവുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെക്ഷൻ കോൾഡ് ഓവർ ഇൻഫോഴ്സ്ഡ്. ഓക്കെ, ഓവർ ഇൻഫോഴ്സ്ഡ് സെക്ഷനിലാണ് കോൺക്രീറ്റിന്റെ ഫെയിലിയർ ഉണ്ടാവുന്നത്. ഓക്കെ, ആസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ നമ്മൾ ഏത് ടൈപ്പ് സെക്ഷൻ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പ്രിഫർ ചെയ്യുക? അണ്ടർ ഇൻഫോഴ്സ് സെക്ഷൻ ആണോ, ഓവർ ഇൻഫോഴ്സ് സെക്ഷൻ ആണോ, ബാലൻസ്ഡ് സെക്ഷൻ ആണോ? ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടർ അല്ലേ സാർ ആദ്യം? അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ അല്ലേ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? അണ്ടർ ഇൻഫോഴ്സ് സെക്ഷൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. കാരണം we will get sufficient warning before the failure. Okay, ഓവർ ഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ കോൺക്രീറ്റ് ആണ് ആദ്യം ഫെയിൽ ആവുക. അപ്പോ കോൺക്രീറ്റ് ഈസ് എ ബ്രിട്ടിൽ മെറ്റീരിയൽ, സോ ദ ഫെയിലിയർ വിൽ ബി സഡൻ വിത്തൗട്ട് സഫിഷ്യന്റ് വാർണിംഗ്. ഓക്കെ, then XU by D is greater than the limiting value of section
is designed as. So നമ്മൾ 3 ടൈപ്പ് സെക്ഷൻ പഠിച്ചു. ബാലൻസ്ഡ് സെക്ഷൻ, ഓവർ റീൻഫോഴ്സ്ഡ്, അണ്ടർ റീൻഫോഴ്സ്ഡ്. അതെ, ബാലൻസ്ഡ്, അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ, ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. ബാലൻസ്ഡ് സെക്ഷന്റെ കണ്ടീഷൻ എന്തായിരുന്നു? xu/d is equal to xu/d, xu_max by d ആയിരുന്നു, റൈറ്റ്? അതെ. അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ xu/d is less than xu_max by d ആയിരുന്നു. ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ xu/d is more than xu_max by d. സോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? xu/d is greater than the limiting value. Limiting value is xu_max. Okay, xu_max by d. And the section is designed as, പറയൂ. ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് xu/d is greater than the limiting value. Greater than ആവുമ്പം ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ഈസ് നോട്ട് ദർ. ഏതാണ്? അല്ല, ഓപ്ഷൻ സി, റീഡിസൈൻഡ്. കാരണം xu/d is more than xu_max by d വരുന്ന കണ്ടീഷൻ എങ്കിൽ the section is called over reinforced, but the section is designed as redesigned. കാരണം ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആയിട്ട് നമ്മൾ ഒരിക്കലും ഡിസൈൻ ചെയ്യില്ല. സോ വി വിൽ ഇൻക്രീസ് ദ ഡെപ്ത് ഓഫ് ദി സെക്ഷൻ. ഓക്കെ, ഡെപ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് xu/d is less than xu_max by d ആയിട്ട് മാറും. സോ വി ഷുഡ് റീഡിസൈൻ ദ സെക്ഷൻ. ഓപ്ഷൻ സി is the correct answer. Okay, fine. Yes. Okay, Yeah. sir. Yeah. Okay, so next we move on to the analysis part. Singly reinforced beam. So what do you mean by singly reinforced beam? We have singly, നമ്മൾ ഫ്ലെക്സുറൽ മെമ്പറിന്റെ അനാലിസിസിലേക്ക് പോവുകയാണ്. ബീം ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞു, ലോഡ് കോമ്പിനേഷൻസ് പറഞ്ഞു, ഡിഫറെന്റ് അണ്ടർ ഇൻഫോഴ്സ്ഡ്, ഓവർ ഇൻഫോഴ്സ്ഡ് ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഓരോ മെമ്പേഴ്സ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ ബീം ആണ് നമ്മൾ ബീമാണ് നോക്കുന്നത്. ബീമിൽ നമുക്കറിയാം സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം ഉണ്ട്, ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീം ഉണ്ട്. So what do you mean by singly reinforced beam? What do you mean by singly reinforced beam? ഇവിടെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ള ഈ ഒരു ഫിഗർ, ഇതൊരു ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഇതിന്റെ ആ ബീമിന്റെ സ്ട്രെയിൻ ഡയഗ്രാം, ഇത് സ്ട്രെസ് ഡയഗ്രാം ആണ്. ദിസ് ഈസ് എ കോൺക്രീറ്റ് ബീം ഹാവിംഗ് വിഡ്ത്ത് b and effective depth small d, and here they have provided the reinforcement, 3 reinforcement bars. Okay, that is, it is denoted as AST. So what is singly reinforced beam? So we know that, yes, this is compression and this is tension side. Yes, for you. Single reinforcement, single RCC യൂസ് ചെയ്യുന്നതിനാണ് സാർ സിംഗിൾ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എന്തിനാ? സിംഗിൾ ഒരു റീൻഫോഴ്സ്മെന്റ് RCC യൂസ്. No. It is called ടെൻഷൻ സൈഡിൽ മാത്രം നമ്മൾ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം. ഓക്കെ, അതായത് ഇത് നമ്മുടെ ടെൻഷൻ സൈഡ് ആണ് അല്ലെ. അതായത് ഇതാണ് നമ്മുടെ ഒരു ബീം, ഇങ്ങനെ ഒരു ബീം. ഓക്കെ, ഇതാണ് ബീമിന്റെ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ. ഈ ബീം എങ്ങനെയാണ് ബെൻഡ് ചെയ്യുക? ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക, റൈറ്റ്? ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് കംപ്രഷനും ഇത് ടെൻഷനും ആണ് വരിക, റൈറ്റ്? സോ ദിസ് ഈസ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. അപ്പൊ നമുക്കറിയാം കോൺക്രീറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ബട്ട് വീക്ക് ഇൻ ടെൻഷൻ. അതുകൊണ്ടാണ് നമ്മൾ ടെൻസൈൽ സൈഡിൽ എപ്പോഴും റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ടെൻഷൻ സൈഡിൽ മാത്രം നമ്മൾ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന സെക്ഷൻസിനെയാണ് നമ്മൾ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുക. കംപ്രഷൻ സൈഡിലും ചില സമയത്ത് നമുക്ക് ബീം റീൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടി വരും. ചില സിറ്റുവേഷൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് കൂടുന്ന സിറ്റുവേഷൻസിൽ, അതുപോലെ തന്നെ നമ്മൾ ബീമിന്റെ ഡെപ്ത് സെർട്ടൺ ഡയമെൻഷനിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയും ഇത്ര ഡെപ്തിൽ കൂടാൻ പാടില്ല എന്ന്. സോ വി നീഡ് ടു പ്രൊവൈഡ് അഡീഷണൽ റീൻഫോഴ്സ്മെന്റ് ഇൻ ദ കംപ്രഷൻ സൈഡ് ഓൾസോ. ഓക്കെ, അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ വ്യൂവിലൊക്കെ നമ്മൾ അങ്ങനത്തെ കുറച്ച് കാരണങ്ങളുണ്ട് ഡബ്ല്യു റീൻഫോഴ്സ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമിൽ നമുക്ക് നമ്മുടെ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡെപ്ത് ഓഫ് ബീം ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഡെപ്ത് ഓഫ് ബീം ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിയർ ഹൈറ്റ്
ഫ്ലോർ ടു ഫ്ലോറിന്റെ ക്ലിയർ ഹൈറ്റ് വളരെ കുറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അല്ലെങ്കിൽ ഹൈറ്റ് കൂട്ടേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് അങ്ങനെ ഫ്ലോർ ഹൈറ്റ് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ബീമിന്റെ ഡെപ്ത് ഡിക്രീസ് ചെയ്യും. അപ്പൊ അഡീഷണൽ മൊമെന്റ് കൊണ്ടുള്ള ആ അഡീഷണൽ മൊമെന്റ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കംപ്രഷൻ സൈഡിലും റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഓക്കെ, സോ മനസ്സിലായോ എന്താണ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡും ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്നുള്ളത്? Okay, clear, sir. Yeah. So here it is mentioned. Steel provided only on the tensile side in the beam section, which is known as singly reinforced beam. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഇനി what is the difference between effective depth and overall depth? So here you can see small d as mentioned. And ഈ ബീമിന്റെ ഈ ഒരു എൻഡിൽ നിന്നും ഈ എൻഡ് വരെയുള്ള effective cover, this is overall depth. This is capital D, overall depth, and this is small d. അതായത് ഒരു ബീമിന്റെ ടോപ്പ് ഫൈബറിൽ നിന്നും ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്റർ വരെ. അപ്പോൾ ഇതിന് ശേഷമുള്ള ഈ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്നത് എന്താണ്? ദിസ് ഈസ് ഡിനോട്ടഡ് ആസ് d dash, which is known as effective cover. Effective cover. എന്താണ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോമിനൽ കവറും ഉണ്ട്, എഫക്റ്റീവ് കവറും ഉണ്ട്. നോമിനൽ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ ബോട്ടം മുതൽ ഈ ബീമിന്റെ താഴെ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നോമിനൽ കവർ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ നോമിനൽ കവർ പ്രൊവൈഡ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് നോമിനൽ കവർ? നിങ്ങൾ സ്ലാബിന്റെ ഒക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബീമിന്റെ ഒക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ റീഇൻഫോഴ്സ്മെന്റിന്റെ അടിയിൽ കവറിംഗ് ബ്ലോക്സ് വെച്ച്, കോൺക്രീറ്റിന്റെ കവറിംഗ് ബ്ലോക്സ് ഇങ്ങനെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, റൈറ്റ് അല്ലേ? കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതിന് മുകളിൽ, മീൻസ് താഴെ, അതായത് ഇവിടെ നിങ്ങൾക്ക് താഴെ ഷട്ടറിംഗ് വർക്ക് ഉണ്ടാവും, ഫോം വർക്ക് ഉണ്ടാവും. ആ ഫോം വർക്കിൽ ഈ റീഇൻഫോഴ്സ്മെന്റ് ടച്ച് മീൻസ് ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്ത് എന്താ സംഭവിക്കുക? ഫോം വർക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് എക്സ്പോസ്ഡ് ആവും. അങ്ങനെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ കൊറോഷൻ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോ അങ്ങനെ കൊറോഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കവറിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ നോമിനൽ കവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡിഫറെന്റ് എന്താ പറയുക സ്ട്രക്ചറൽ കോമ്പണൻസിന് ഡിഫറെന്റ് നോമിനൽ കവേഴ്സ് നമ്മൾ IS 456 റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ബീമാണ് നമ്മുടെ മെമ്പർ എങ്കിൽ ബീമിന്റെ മിനിമം നോമിനൽ കവർ എന്ന് പറയുന്നത് 25 mm ആണ്. ദെൻ സ്ലാബ് ആണെങ്കിൽ ഇറ്റ് ഈസ് 20 mm. ദെൻ കോളം ആണെങ്കിൽ ഇറ്റ് ഈസ് 40 mm. ആൻഡ് ഫുട്ടിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് 50 mm. ഈ വാല്യൂസ് ഓർത്തിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, so you know, so what is the difference between nominal cover and effective cover, right? റീഇൻഫോഴ്സ്മെന്റിന്റെ ബോട്ടം മുതൽ ബീമിന്റെ താഴെ വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ നോമിനൽ കവർ എന്നും, റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്റർ മുതൽ ബീമിന്റെ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എഫക്റ്റീവ് കവർ എന്നും പറയും. ഇസ് ഇറ്റ് ക്ലിയർ? okay sir, clear. ബോട്ടം മുതൽ ബീമിന്റെ കവർ വരെ എന്താണ്? ബോട്ടം മുതൽ ബീമിന്റെ കവർ വരെ ഉള്ളതിനെയാണ് ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത്. ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഡിസ്റ്റൻസ്, അതായത് ഈ ടോപ്പ് ഫൈബർ മുതൽ ബോട്ടം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ്, ഓവറോൾ ഡെപ്ത്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കി നോക്കുക. എങ്ങനെയാണ് അതിന്റെ സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഒരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഇവിടെ ഇതാണ്, ദിസ് ഈസ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ഓക്കെ, ദിസ് ഈസ് ന്യൂട്രൽ ആക്സിസ്. ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിട്ടത് ന്യൂട്രൽ ആക്സിസ് ആണ്. ഈ ന്യൂട്രൽ ആക്സിസിൽ the value of strain is 0, right? ഇനി കംപ്രഷൻ സൈഡ്, അതായത് ദിസ് ഈസ് കംപ്രഷൻ സൈഡ് ആൻഡ് ദിസ് ഈസ് ടെൻഷൻ സൈഡ്. കംപ്രഷൻ സൈഡിലേക്ക്, അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച്, y ആക്സിസ് കൂടുന്നതിനനുസരിച്ച് ഇത് എന്താ സംഭവിക്കുന്നത്? സ്ട്രെയിന്റെ വാല്യൂ ലീനിയർ ആയിട്ട് പോവുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെൻഷൻ സൈഡിലേക്ക് നോക്കുമ്പോഴും ലീനിയർ ആയിട്ടാണ് പോകുന്നത്. സോ യു ക്യാൻ സീ എ ലീനിയർ സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദി ക്രോസ് സെക്ഷൻ. ലീനിയർ ആണ്. So the nature of strain in singly reinforced beam is linear. So അതിന്റെ maximum ultimate strain value, concrete maximum strain എന്ന് പറയുന്നത് കംപ്രഷൻ സൈഡിലാണ് ഉണ്ടാവുക.
it is 0.0035 ആണ്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് കുറേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അൾട്ടിമേറ്റ് സ്ട്രെയിൻ വാല്യൂ അല്ലെങ്കിൽ എന്താ പറയാ കോൺക്രീറ്റിന്റെ അൾട്ടിമേറ്റ് സ്ട്രെയിൻ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് 0.0035 ആണ്. സിമിലർലി ഇവിടെ സ്റ്റീലിന്റെ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.87 FY ഡിവൈഡഡ് ബൈ ES പ്ലസ് 0.002 ആണ്. കാരണം ഇത് നമുക്ക് സിമിലർ ട്രയാങ്കിൾ വെച്ചിട്ട് കിട്ടുന്ന വാല്യൂ ആണ് ഇത്. മനസ്സിലായോ? ഓക്കെ, ഇത് സിമിലർ ട്രയാങ്കിൾ വെച്ച് കിട്ടുന്നതാണ്. ദിസ് ഈസ് 0.87 FY ഡിവൈഡ് ബൈ ES പ്ലസ് 0.002 എന്ന് പറയുന്നത്. സോ ദ വാല്യൂ ഓഫ് സ്ട്രെയിൻ ഈസ് 0 അറ്റ് ദി ന്യൂട്രൽ ആക്സിസ് ആൻഡ് മാക്സിമം അറ്റ് ദി എക്സ്ട്രീം ഫൈബർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. അതായത് എവിടെയാണ് സ്ട്രെയിനിന്റെ വാല്യൂ മാക്സിമം, എവിടെയാണ് മിനിമം. ഓക്കെ, എക്സ്ട്രീം ഫൈബേഴ്സിൽ അത് കംപ്രഷൻ സൈഡ് ആണെങ്കിലും ടെൻഷൻ സൈഡ് ആണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ എക്സ്ട്രീം ഫൈബറിലാണ്. അതായത് ഒന്നുകിൽ ഏറ്റവും ടോപ്പ് പോർഷനിൽ അല്ലെങ്കിൽ അതിന്റെ ബോട്ടം പോർഷനിലായിരിക്കും. ബട്ട് ദ വാല്യൂ ഓഫ് സ്ട്രെയിൻ അറ്റ് ന്യൂട്രൽ ആക്സിസ് ഈസ് 0. ഓക്കെ, സിമിലർലി അപ്പോൾ ഇവിടെ ഈ വാല്യൂസ് നിങ്ങൾ ഓർത്തിരിക്കണം. ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. സോ ദ സ്ട്രെയിൻ അറ്റ് ന്യൂട്രൽ ആക്സിസ് ഈസ് 0. maximum or ultimate strain at extreme fiber, that is epsilon Cu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ട്രെയിനെയാണ്, സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോൺക്രീറ്റിനെയാണ്, യു എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ്. സോ അൾട്ടിമേറ്റ് എന്താ പറയുക കോൺക്രീറ്റ് സ്ട്രെയിൻ അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.0035 ആണ്. ദെൻ സ്ട്രെയിൻ അറ്റ് കോൺസ്റ്റന്റ് സ്ട്രെസ് ഓഫ് 0.67 FCK, അതായത് 0.67 FCK എന്ന് പറയുന്ന സ്ട്രെസ്സിൽ ഉള്ള സ്ട്രെയിനിന്റെ വാല്യൂ ഇറ്റ് ഈസ് 0.002 ആണ്. ഓക്കെ, ഈ വാല്യൂ ഓർത്തിരിക്കണം. Similarly, the ultimate strain in steel corresponding to maximum stress value. Maximum stress corresponding ആയിട്ടുള്ള strain എന്ന് പറയുന്നത് it is epsilon SU. S indicate ചെയ്യുന്നത് steel ആണ്. Again, ultimate value it is 0.87 FY divided by ES plus 0.002. So the value of ES, what is the value of ES? What is the value of ES? Which is always constant. Modulus of elasticity of steel. What is the value? It is 2 into 10⁵ MPa. മറന്നു പോരുത് കേട്ടോ. സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 into 10⁵ ആണ്. സോ ദ വാല്യൂ ഓഫ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. അതായത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് മാറുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂ മാറുന്നില്ല. വിച്ച് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് 0.0035. ബട്ട് the ultimate strain in steel is depending upon the grade of steel. FY value depend ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ മൈൽഡ് സ്റ്റീൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ FI is equal to 250 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ദെൻ FE 415 സ്റ്റീൽ ആണ് യൂസ് ചെയ്യുന്നത്, FI is equal to 415 ആവും. FE 500 ആണ് നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യുന്നതെങ്കിൽ FI ന്റെ വാല്യൂ 500 ആവും. ഓക്കെ, സോ ദ വാല്യൂ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെയിൻ ഈസ് depending upon the grade of steel and the modulus of elasticity. But the value of ultimate strain of concrete is independent of the grade of concrete. Okay, adonu orthirikka. Yeah, then next part is the stress diagram. Stress distribution nokku. Stress distribution nammal paranju po adayathu parabolic aanu. This is A to B nammal paranjirundayirunnu initially adayathu up to 0.002 strain ennu parayunna value vare stress ന്റെ വാല്യൂ എന്താണ്, പാരാബോളിക് ആണ്. ദെൻ അതിനുശേഷം ലീനിയർ ആണ്, B to C above the neutral axis. Again, important points എന്ന് പറയുന്നത് സ്ട്രെസ് വാല്യൂ ഓൾസോ ന്യൂട്രൽ ആക്സിസിൽ 0 ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ദ സ്ട്രെസ് അറ്റ് 0.002 സ്ട്രെയിൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് 0.67 FCK ഡിവൈഡ് ബൈ 1.5, ദാറ്റ് ഈസ് 0.446 FCK ആണ്. ഓക്കെ, ദെൻ സ്ട്രെസ് അറ്റ് എക്സ്ട്രീം ഫൈബർ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കോൺസ്റ്റന്റ് ആണ്. സോ അഗെയിൻ വിച്ച് ഈസ് സെയിം 0.446 FCK ആണ്. Below the neutral axis, the concrete assumed to be cracked, and the maximum stress എന്ന് പറയുന്നത് it is 0.87 FI ആണ്. So you can see 0.87 FI ആണ് സ്ട്രെസ്സിന്റെ വാല്യൂ. Then so neutral axis depth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XU ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the axis at which the stresses are 0 and it is situated at the center of gravity of the section. That is the definition of neutral axis. The depth of neutral axis of singly reinforced section is calculated by taking the equilibrium of tensile and compressive force. So total compressive force is equal to total tensile force equate ചെയ്തിട്ടാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ടോട്ടൽ എന്താ പറയുക ടെൻസൈൽ ഫോഴ്സ്, ടെൻസൈൽ സ്ട്രെസ്സിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 0.87 FI ആണ്. ദാറ്റ് ഈസ് ദ സ്ട്രെസ്.
സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടും. സോ ദാറ്റ് ഈസ് AST ചെയ്യുമ്പോൾ നമുക്ക് ടെൻസൈൽ ഫോഴ്സ് ആയി. ദിസ് ഈസ് T, ടോട്ടൽ T. ആൻഡ് 0.36 FCK XU എന്ന് പറയുന്നത് എന്താ പറയുക അഗെയിൻ ഏരിയ. സോ ദിസ് ഈസ് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് XU ഇൻറ്റു B. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് XU ഹിയർ. ഇപ്പൊ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിന്റെ വാല്യൂ നമ്മളോട് ചോദിക്കാറുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Then another thing is the limiting depth of neutral axis. എപ്പോഴും ചോദിക്കുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XU-ന്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ ചോദിക്കുന്നത് സാധാരണ XU/D ആണ് നമ്മൾ എപ്പോഴും ചെയ്യുക. XU/D-നേക്കാൾ കൂടുതൽ ചോദിക്കുന്നത് നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് XU_max/D ആണ്. സോ XU_max/D കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിലേഷൻ ഒക്കെ ഉണ്ട്. ഇതാണ് ഈ റിലേഷൻ. നിങ്ങൾ ഇതൊന്നും കാണാതെ പഠിക്കണ്ട. ഈ എങ്ങനെയാണ് എന്താ പറയാ ഈ XU_max/D-ന്റെ വാല്യൂ വരുന്നതാണ്. നമുക്ക് ഇവിടെ നിങ്ങൾ ജസ്റ്റ് പഠിക്കുന്നത് ഈ ഒരു ടേബിൾ മാത്രമാണ്. അതായത് ഡിഫറെന്റ് ഗ്രേഡ് ഓഫ് സ്റ്റീൽ, അതായത് Fe250 that is mild steel, and this is mild steel, and this is HYSD steel. Okay, HYSD steel. അപ്പോൾ XU_max/D-ന്റെ വാല്യൂ മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ ഇറ്റ് ഈസ് 0.53 എന്ന് പഠിക്കുക. എന്താ Fe415 ആണെങ്കിൽ ഇറ്റ് ഈസ് 0.48 ആൻഡ് ദിസ് ഈസ് 0.46. ഈ വാല്യൂസ് പഠിക്കുക. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്തിന്റെ വാല്യൂ തരും. അപ്പൊ സോ യു ക്യാൻ ഈസിലി ഫൈൻഡ് XU_max കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് D ഇൻറ്റു 0.53, അതായത് മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ ദിസ് ഈസ് ഫോർ മൈൽഡ്, റൈറ്റ്? XU_max is equal to D into 0.48. This is for Fe415 steel. D into 0.46. This is for Fe500 steel. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വേണം ഈ വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിക്കുക വേണം. കാരണം ഇതാണ് ഈ ഇക്വേഷൻ 0.53 എത്തിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ്. അതായത് ഈ FYക്ക് നമ്മൾ ഏത് ഗ്രേഡ് സ്റ്റീലാണോ യൂസ് ചെയ്യുന്നത് അവിടെ FY സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ES ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് 2 × 10⁵. അങ്ങനെ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈ 0.53 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഡെറിവേഷൻ എങ്ങനെ വരുന്നത് കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഈ വാല്യൂസ്, ഈ 3 വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, ദെൻ ഇനി നമ്മളോട് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഈ പറഞ്ഞ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ളത് ക്ലോസ് G1.1ലാണ് ഓഫ് IS456 നോക്കുക. അതിനകത്ത് ഈ ക്ലോസ് നോക്കുക. ഇതിനകത്ത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് ഓർ ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. ഇതാണ് നമുക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ടോട്ടൽ എന്താ പറയാ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know that is 0.36 FCK XU into B. That is the total compressive force into liver arm. Liver arm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.42 XU-ലാണ്. സോ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ദിസ് വിൽ ബി D - 0.42 XU ആയിരിക്കും. സോ D - 0.42 XU. Similarly, total tensile force എന്ന് പറഞ്ഞാൽ as we know 0.87 into Fy into AST. This is the total tensile force into liver arm distance is same D - 0.42 XU. ഇതാണ് നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഫോർ എ റെക്ടാങ്കുലർ സെക്ഷൻ. ഇനി നമ്മളോട് ചോദിക്കുന്നത് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ XU ഒക്കെ അറിഞ്ഞാലേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. XU-ന്റെ വാല്യൂ തന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും, കാരണം നമുക്ക് PSC കൂടി ആയതുകൊണ്ട് കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ ചെയ്യുന്നതാണല്ലോ. അപ്പൊ XU ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഒരു ഏരിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, MU lim. അപ്പോൾ MU ലിമിന്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഗ്രേഡ് ഓഫ് സ്റ്റീൽ ആസ് വെൽ ആസ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ ഗ്രേഡ് ഓഫ് സ്റ്റീലിന്, അതായത് ഈ 3 ഗ്രേഡ് സ്റ്റീലാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് IS456 പ്രകാരം. പക്ഷെ ഇപ്പൊ നമ്മൾ 550ന്റെ ഗ്രേഡ് സ്റ്റീലൊക്കെ നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി IS456 ഇതുവരെ 550 സ്റ്റീൽ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് IS456നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനെ വരുള്ളൂ. സോ നിങ്ങൾ ഈ ജനറൽ ഇക്വേഷൻ പഠിക്കണം. അതായത് Fe250 സ്റ്റീൽ ആണെങ്കിൽ 0.418 FCK BD² എന്നുള്ള ഇക്വേഷൻ എളുപ്പമാണ് പഠിക്കാൻ. കാരണം 0.418 FCK BD² എന്നത് കോമൺ ആണ് എല്ലാ ടേമിലും. അപ്പൊ അതിന്റെ കോഎഫിഷ്യൻസ് മാത്രം നോക്കിയാൽ മതി. 0.148, 0.138, 0.133.
ഇനി ഈ FCKക്ക് 20 കൊടുക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ വന്നത് 2.96 എന്നുള്ളത്, അതുപോലെ 2.76, 2.66 എന്നുള്ളത്. അപ്പൊ ഇത് പഠിക്കാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലായില്ലേ? കാരണം ഈ എല്ലാ വാല്യൂ പഠിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം, നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ M20 ഗ്രേഡ് കോൺക്രീറ്റും Fe415 സ്റ്റീലും ആയിരിക്കും നമ്മളോട് സാധാരണ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2.76 BD² എന്നുള്ള ഇക്വേഷൻ ഒന്ന് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ഓക്കെ, പക്ഷെ എനിവേ നിങ്ങൾ ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. ജനറൽ ഇക്വേഷൻ ആദ്യം പഠിച്ചു വെക്കുക. ജസ്റ്റ് M20ന്റെയും Fe4, ദിസ് ഈസ് നോട്ട് 450, ദിസ് ഈസ് 415 കേട്ടോ, 415 ആണ്. ഓക്കെ,